പ്രതിബന്ധനം. ലോക പ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിന്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരം. അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വൃദ്ധനായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കും പല തരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവനെ ശ്രദ്ധിച്ചത്. ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവന്റെ അടുത്തെത്തി. എത്തിയപാട് ഗുരു ചോദിച്ചു, "നീ സന്തോഷത്തിന്റെ രഹസ്യം അറിയാനാണ് ഇവിടെ വന്നത് അല്ലേ?" അവൻ അത്ഭുതപ്പെട്ടു പോയി. താൻ വന്നതിന്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എന്റെ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരൂ. 2 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. "ഇതാ ഈ സ്പൂണും ഇതിലെ 2 തുള്ളി എണ്ണയും കുടിച്ചോളൂ. ഈ എണ്ണ നീ നടക്കുമ്പോൾ താഴെ തുളുമ്പി പോവാതെ സൂക്ഷിക്കണം." അങ്ങനെ അവൻ അതും പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികളും വരാന്തകളും കയറി ഇറങ്ങി. 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറിയിൽ തിരിച്ചെത്തി. "നീ എല്ലാം കണ്ടു അല്ലേ? നീ എന്റെ തിരശ്ശീല കണ്ടോ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്ത് കൊണ്ടുവന്നതാണ്." "അല്ല, നീ എന്റെ ഉദ്യാനം കണ്ടില്ലേ? അത് ഈ മട്ടിയാക്കിയെടുക്കാൻ ഒരു 10 വർഷമെങ്കിലും എടുത്തു." "നീ എന്റെ അഗ്രന്ഥപുര കണ്ടില്ലേ? അതിലെ ഓരോ തുകൽത്താളുകളും എന്ത് മനോഹരവും മൃദുലവുമാണ്." ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നുപോയി. താൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. തന്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ എണ്ണയിലായിരുന്നല്ലോ. അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. "ആട്ടെ, നീ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? എന്നാൽ എല്ലാം ഒന്നുകൂടി വിസ്തരിച്ച് കണ്ടിട്ട് വരൂ." അങ്ങനെ അവൻ വീണ്ടും കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. അപ്പോഴും അവന്റെ കയ്യിൽ ആ സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവനെല്ലാം വിസ്തരിച്ചു കണ്ടു. ചുമരുകളിലെ കലാസൃഷ്ടികൾ മാത്രമല്ല, ഗുരു പറഞ്ഞ തിരശ്ശീല, ഉദ്യാനം, ഗ്രന്ഥപുര ഇതെല്ലാം കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറിയിൽ തിരിച്ചെത്തി. എന്നിട്ട് താൻ കണ്ട കാര്യങ്ങളെല്ലാം ഗുരുവിന് വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗുരുവിന്റെ ചോദ്യം വന്നു, "അല്ല, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ 2 തുള്ളി എണ്ണ എവിടെ?" അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. തന്റെ കയ്യിലിരിക്കുന്ന ആ സ്പൂണിലെ അതിൽ 2 തുള്ളി എണ്ണ ഇല്ല. അപ്പോൾ ഗുരു പറഞ്ഞു, "നീ പഠിച്ചിരിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷേ നിന്റെ കയ്യിലിരിക്കുന്ന ആ കരടിയും അതിലെ 2 തുള്ളി എണ്ണയും ഒരിക്കലും കൈവിടരുത്." ആ 2 തുള്ളി എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.